ഗൈസ്, അപ്പോൾ ഇന്നത്തെ എഴുതുന്ന പറയുന്നത് ക്രിസ്മസ് ക്രാഫ്റ്റാണ്. 1-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ, ഡിസംബർ 1-ാം തീയതി തൊട്ട് ഡിസംബർ 25-ാം തീയതി വരെ നമ്മളിപ്പോൾ ക്രിസ്മസ് ക്രാഫ്റ്റായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. മിനിയാന്ന് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ 2-ാം തീയതി ഞാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി 2 വീഡിയോ ആയതുകൊണ്ട് ഞാൻ 2-ാം തീയതി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് പറയുന്നത് ഒരു ഡെസ്ക് ഡെക്കോറാണ്. ക്രിസ്മസ് തീമിലുള്ളൊരു ഡെസ്ക് ഡെക്കോറാണ്. നമുക്ക് എന്തായാലും ചെയ്താലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടത് 16 സ്റ്റിക്കുകളാണ്. ഇങ്ങനത്തെ 16 സ്റ്റിക്കാണ് വേണ്ടത്. ഒരു റോയിൽ ഫസ്റ്റ് 8 വെക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള 8 ഒട്ടിച്ച് വെക്കണം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ 2 ഒട്ടിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ തീരുമാനമൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒട്ടിക്കുന്നുണ്ടാവുക, ഇങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളും ഇങ്ങനെ ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, ഇങ്ങനെ കാണുമ്പോൾ. ഇനി ഇപ്പുറ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും. ഓക്കെ, എനിക്ക് ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഭംഗി കൂടുതൽ ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമുക്ക് വീട് നോക്കാം. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ളൊരു തീം, ഒരു കളർ, ക്രിസ്മസ് വൈബിൽ ഒരു കളർ നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ സെലക്ട് ചെയ്യുന്നത് റെഡ് കളറാണ്. അപ്പോൾ ഞാൻ റെഡ് കളർ അടിക്കാം. ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ പെട്ടെന്നാവും. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് റെഡ് കളർ അടിക്കാം. അപ്പം നമ്മളിത് കളറൊക്കെ അടിച്ചു കൊടുത്തു എന്ന് പറയും. കളർ അടിച്ചിട്ട് ഞാൻ റെഡ് കളറാണ് അടിച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേൽക്കൂര വേണം. അപ്പം നമുക്ക് എന്തായാലും അത് ചെയ്യാം. അത് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് ഇത് മുറിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊരു ഡിസൈൻ പോലെ ഇരുന്നോട്ടേ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മളിത് ഉണക്കിയെടുത്തു. ഇപ്പോൾ കളറൊന്നും കയ്യിലേക്ക് സ്പ്രെഡ് ആകുന്നില്ല. അപ്പോൾ ഇത് ഈ ഒരു ഷെയ്ഡിൽ തന്നെ വെക്കാനാണ്. അപ്പോഴാണ് കൂടെ ഒരു ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിപ്പോൾ ഇനി മാറ്റണം എന്നുണ്ടെങ്കിലും നമുക്ക് മാറ്റാം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടിക്കാൻ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ചാലും ഭംഗിയുണ്ടാവും. എനിക്ക് തോന്നുന്നു ഞാനിത് വെട്ടിക്കളയായിരുന്നെങ്കിലാണ് കൂടെ ഭംഗിയിൽ ഉണ്ടാവുള്ളൂ ആയിരുന്നു. പക്ഷേ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ നോക്കി, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിത് ഒട്ടിച്ച് വെക്കാം. ഇതിന് ഞാൻ ഡബിൾ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ടേപ്പ് നമ്മളിത് മേടിച്ചത് എവിടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനത് പണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് പണ്ടത്തെ ആണ്, ഞാൻ മറന്നുപോയി. നമുക്ക് ഇച്ചിരി ഇങ്ങനെ എടുക്കാം. ഇത് ഭയങ്കര ഒട്ടുന്ന സാധനമാണ്. ഞാനെൻ്റെ ട്രൈപോഡ് ഉണ്ടാക്കിയത് ഇത് വെച്ചിട്ടാണ്. ഇതെനിക്ക് ഭയങ്കര ഒട്ടുന്ന സാധനമാണെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒട്ടിക്കാം. അല്ലാതെങ്കിൽ ഇങ്ങനെ ഊരി പോരുന്ന ഇരിക്കും. ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് റിമൂവ് ചെയ്യാം. അയ്യോ, ഇപ്പോഴത്തേനും ഒട്ടി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ, ഈ മുകളിൽ വരുന്ന ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ആ സ്റ്റിക്കർ എടുത്തു, കറക്റ്റ് അളവിന് വെട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒട്ടിക്കാം.
കറക്റ്റ് അളവ് തന്നെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഒട്ടിക്കുന്നത്. എല്ലാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഊരി വന്നാൽ പണി പാടും. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ സെറ്റാണ്. ഇനി നമുക്ക് എൻ്റെ കൈ ഉണ്ടോ, ഇത് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ വൃത്തികേടായിട്ടിരിക്കുന്നത്. നേരെ വെക്കുമ്പോൾ പക്ഷേ ഇത് കാണുന്നില്ല കേട്ടോ, സൈഡ് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് എൻ്റെ സൈഡിലേക്ക് എനിക്ക് നല്ലപോലെ കാണുന്നുണ്ട്. ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ജനാല വാതിലും ആണ്. നമുക്ക് അത് എങ്ങനെ വെക്കാം എന്ന് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. നമുക്കത് വെച്ച് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ഡോറും ജനാലയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് വീഡിയോ, ഫസ്റ്റ് ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോ ഇതാണ്. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ നമുക്കിപ്പോൾ വെക്കാം. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ വന്നില്ല എന്നുണ്ടെങ്കിലും ഇത് കണ്ട് എനിക്കിത് വെട്ടണമെന്നുണ്ടായിരുന്നു. ഞാൻ വെട്ടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വെട്ടാം, ഇല്ല പറ്റാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ വെട്ടാത്തത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.